ബി.ജെ.പി. സീൽ പതിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിന്റെ പൂർണ്ണരൂപം ന്യൂസ് മലയാളത്തിന് ഡെപ്യൂട്ടി സിഇഒ മിഷൽ സാഗർ ഭരത്തിന്റെ കവർ ലെറ്ററും ഒപ്പുമുള്ള കത്താണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. വിവാദത്തിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഹാൻസ് ജോൺ, ഇതൊരു ക്ലറിക്കൽ പിഴവാണെന്ന് മാത്രം ലഘൂകരിച്ചുകൊണ്ട് ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കെതിരെ മാത്രം ഒരു നടപടിയെടുത്തുള്ള ഒരു മുഖം രക്ഷിക്കൽ പരിപാടിയാണ് നിലവിൽ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിലവിൽ ഈ കത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഈ മിഷൽ സാഗർ ഭരത്തിനെതിരായി കൂടി നമ്മൾക്ക് ആരോപിക്കാവുന്ന കാര്യങ്ങൾ? ശ്യാമിലി, 6 പേജുള്ള കത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചത്. അത് CPM, കോൺഗ്രസ്, ലീഗ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ കത്ത് അയച്ചിരുന്നു. പിന്നാലെ ഇവർ ഇത് പരിശോധിച്ചപ്പോഴാണ് BJPയുടെ കേരള ഘടകത്തിന്റെ സീല് ഈ കത്തിന്റെ ആദ്യ പേജിൽ തന്നെ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെയാണ് CPM കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ പ്രശ്നം ഉന്നയിക്കുന്നതും. ഇതിന് പിന്നാലെ ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ, ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെങ്കിലും അതൊരു മുഖംമിനുക്കൽ പരിപാടി മാത്രമായി ഒതുങ്ങുകയാണ്. കാരണം ഈ 6 പേജുള്ള ഉത്തരവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ അവസാന പേജിൽ നമുക്ക് ഒരു കവർ ലെറ്റർ കാണാൻ കഴിയും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഇറക്കുന്നതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ 6 പേജിലുള്ള ബാക്കി 5 പേജിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിവരങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കവർ ലെറ്ററാണ് 6-ാം പേജിലുള്ളത്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഡെപ്യൂട്ടി സിഇഒ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സിഇഒ മിഷൽ സാഗർ ഭരത്തിന്റെ പേരിലാണ്. അദ്ദേഹമാണ് അതിന്റെ ഉത്തരവാദിയായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നത് സെക്ഷൻ ഓഫീസറായിട്ടുള്ള പ്രണീഷ് MP ആണ്. പക്ഷേ ഇവർക്ക് ആർക്കുമെതിരെയും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കെതിരെ മാത്രമാണ് ഒരു അച്ചടക്ക നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ന്യൂസ് മലയാളം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടായ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അഡീഷണൽ സിഇഒയ്ക്കും ബന്ധമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയ്ക്ക് കാരണം എന്നുള്ള കാര്യം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിനോടകം തന്നെയാണ് അല്ലെങ്കിൽ ഇതിന് ശേഷമാണ് ഇപ്പോൾ ഈ 6 പേജുള്ള പൂർണ്ണ കത്തിന്റെ പകർപ്പും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ പ്രകാരം ഈ നമ്മളുടെ ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ഉത്തരവ് ഈ കത്തിന്റെ പകർപ്പിലുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 6-ാമത്തെ പേജിൽ മിഷൽ സാഗർ ഭരത്തിന്റെ അംഗീകാരം നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം 1:30-ക്കാണ് മാധ്യമങ്ങളെ കാണുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ശ്യാമിലി.